ഹലോ ഡിയേഴ്സ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റുമായിട്ടാണ് മക്കളെ ഞാൻ വന്നിട്ടുള്ളത്. മക്കളെ, നമ്മുടെ ആനുവൽ എക്സാമിൻ്റെ ടൈം ടേബിൾ വന്നിരിക്കുകയാണ്. മാർച്ച് 5-ാം തീയതിയാണ് നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. മാർച്ച് 5-ന് നിങ്ങൾക്ക് മലയാളം സെക്കൻഡിൻ്റെ പരീക്ഷയാണ്. രാവിലെയാണ് നമ്മളുടെ പരീക്ഷ. രാവിലെ 10 മണി മുതൽ 11:45 വരെയാണ് നിങ്ങൾക്ക് മലയാളം സെക്കൻഡ് അഥവാ ഒന്നാം ഭാഷ പേപ്പർ 2-ന്റെ പരീക്ഷ വരുന്നത്. അടുത്ത പരീക്ഷ എന്ന് പറയുന്നത് 7-ാം തീയതിയാണ്. 7-ാം തീയതി മാർച്ച് 7 വ്യാഴാഴ്ചയാണ് എക്സാം വരുന്നത്. രാവിലെ 10 മണി മുതൽ 11:45 വരെ നിങ്ങൾക്ക് ഇംഗ്ലീഷിൻ്റെ എക്സാം ആയിരിക്കും. അതായത് നിങ്ങൾക്ക് ഈ ഒരു ടൈം ടേബിൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കും, കൃത്യമായ ഗ്യാപ്പിലാണ് നമുക്ക് പരീക്ഷ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പഠിക്കാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. അതുപോലെ അടുത്ത എക്സാം എന്ന് പറയുന്നത് 7-ാം തീയതി കഴിഞ്ഞാൽ 14-ാം തീയതിയാണ് അടുത്ത എക്സാം. അതായത് ഒരാഴ്ചത്തെ ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് അടുത്ത എക്സാം വരുന്നത്. അന്ന് 10 മണി മുതൽ 12:45 വരെ കലാകായിക പ്രവൃത്തി പരിചയത്തിൻ്റെ എക്സാമാണ്. അടുത്ത എക്സാം 16-ാം തീയതിയാണ്. 16/3/24 ശനിയാഴ്ചയാണ് നമ്മുടെ അടുത്ത എക്സാം വരുന്നത്. അന്ന് നിങ്ങൾക്ക് സാമൂഹ്യ ശാസ്ത്രം അഥവാ സോഷ്യൽ സയൻസിൻ്റെ എക്സാം ആണ്. അടുത്ത എക്സാം 19-ാം തീയതി ചൊവ്വാഴ്ചയാണ്. 19 ചൊവ്വാഴ്ച നിങ്ങൾക്ക് മലയാളം ഫസ്റ്റിൻ്റെ പരീക്ഷയാണ്. രാവിലെ 10 മണി മുതൽ 11:45 വരെയാണ് നമ്മളുടെ പരീക്ഷ. 21-ാം തീയതിയാണ് നിങ്ങൾക്ക് അടുത്ത പരീക്ഷ വരുന്നത്. 21-ാം തീയതി രാവിലെ 10 മണി മുതൽ 11:45 വരെ നിങ്ങൾക്ക് ഹിന്ദിയുടെ എക്സാം ആണ്. അത് കഴിഞ്ഞാൽ 23 ശനിയാഴ്ച രാവിലെ 10 മണി മുതൽ 12:15 വരെ അടിസ്ഥാന ശാസ്ത്രം അഥവാ ബേസിക് സയൻസിൻ്റെ എക്സാം ആണ്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഈ 3 സബ്ജക്റ്റുകളുണ്ട്. കൃത്യമായിട്ട് പഠിച്ചു തീർക്കാനുള്ള സമയം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞാൽ 26-ാം തീയതിയാണ് അടുത്ത എക്സാം വരുന്നത്. 26-ാം തീയതി നമ്മുടെ എല്ലാവർക്കും പ്രിയപ്പെട്ട മാത്സിൻ്റെ എക്സാമാണ്. രാവിലെ 10 മണി മുതൽ 11:45 വരെ. സോ 26-ാം തീയതി നമ്മുടെ എക്സാം അവസാനിക്കും. അതായത് മാർച്ച് 5-ന് തുടങ്ങി 26-നാണ് നമ്മുടെ എക്സാം അവസാനിക്കുന്നത്. സോ നല്ല ഗ്യാപ്പ് ഉണ്ട്. അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ വരിക. നിങ്ങൾക്ക് എല്ലാവർക്കും ഫുൾ മാർക്കോട് കൂടി തന്നെ A+ ഉറപ്പിക്കാം.